ഞാൻ സരിതാഹരി വോയിസ് ഓഫ് ഗുരുവായൂരിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കയ്യിൽ ഒരു ഓടക്കുഴലും ഒരു സ്വർണ്ണ പൂവും പിടിച്ചിട്ടാട്ടോ നിൽക്കണത്. സ്വർണ്ണപ്പൂവ് ഉണ്ണിയുടെ കാതില് വെക്കണ പൂവാണ് കേട്ടോ. അത് ഇന്ന് യശോദമ്മ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ണിയുടെ മുഖത്ത് കാണാനുണ്ട്. കാരണം ആ ഒരു നെയ്വിളക്കിന്റെ ശോഭയിൽ ആ സ്വർണ്ണ തിലകവും അതുപോലെ സ്വർണം കൊണ്ടുള്ള ഗോപിയും എല്ലാം അങ്ങനെ ശോഭിച്ച് ഭയങ്കര രസമാണ് കേട്ടോ ശ്രീലകത്തേക്ക് നോക്കി തൊഴുമ്പോൾ. ഇന്ന് ഉദയാസ്തമന പൂജ ഉള്ള ദിവസമാണ് കേട്ടോ, തിങ്കളാഴ്ചയാണല്ലോ. അപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ട്. തിരക്ക് വളരെ കുറവാണ്. 2 ദിവസമായിട്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വെള്ളമാണ് എന്നൊക്കെയുള്ള ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണോണ്ടോ തോന്നുന്നു ഗുരുവായൂർക്ക് ആരും കാണാനില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരാം, സുഖമായിട്ട് തൊഴുകയും ചെയ്യാം. കാരണം അധികം തിരക്കില്ല. ഓരോ സ്ഥലത്തും മഴയുടെ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഒട്ടും തിരക്കില്ല. ഇന്നലെ ഒന്നും ഒട്ടും തിരക്ക് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് കുറച്ചുണ്ട്. ഇന്നലത്തേനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് തിരക്കുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറെ കാലമായിട്ട് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതില്ല, കുറച്ചു നേരം തൊഴാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വരാൻ ഇപ്പോൾ ഒരു നല്ല അവസരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നോളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ വെള്ളം ഉണ്ടോ, മുട്ടപ്പം വെള്ളം ഉണ്ടോ, വരാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവിടെ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവുമില്ല. ആ നല്ല മഴയുടെ ഒന്നും ഇവിടെ മാനേജബിൾ ആയിരുന്നു. അതായത് മുട്ടപ്പൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. തൊഴാൻ ഒരു ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വന്നോളൂ. അപ്പോൾ ദൂരത്തു നിന്നൊക്കെ വരാൻ ആഗ്രഹം ഉള്ളവർക്കൊക്കെ ഇപ്പോൾ വന്ന് തൊഴുതു പോവാട്ടോ. കാരണം തിരക്ക് വളരെ കുറവാണ്. മഴ ആയതുകൊണ്ട് തന്നെ തിരക്ക് നല്ല കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം ഉച്ചപൂജയുടെ അലങ്കാരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ സന്ധ്യാദീപത്തിന്റെ ഷൂട്ടിന് പോവുകയാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കാണാം. കൂടുതൽ ഗുരുവായൂരിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.